അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്കിത് രണ്ട് രീതിയിലും ചെയ്യാം. ഓവണിലും ചെയ്യാം, ഓവണില്ലാതെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് രണ്ട് രീതിയിലും ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ട ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിന് 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചാലും മതി, ഇതിലാകുമ്പോൾ പെട്ടെന്ന് ആവുന്ന കാരണമാണ് ഞാനതെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ 3 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഈസ്റ്റ് എടുത്താലും മതി. ഞാനിപ്പോൾ ഈ TCLൻ്റെ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഈസ്റ്റാണ് എടുക്കുന്നത് വെച്ചാൽ 1 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ ഇളം ചൂട് വെള്ളത്തിലോ അതോ ഇളം ചൂട് പാലിലോ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുത്ത് അത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരും. എന്നിട്ട് അതെടുത്തിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയ കാരണം പൊടിയിലേക്ക് ഡയറക്റ്റായിട്ട് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലെ കാരണം ഒന്ന് ഓൺ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓണാക്കി എടുത്താൽ മതി. നമ്മൾ കൈ ഉപയോഗിച്ചിട്ടാവുമ്പോൾ മുട്ടയും അതുപോലെ ബട്ടറും പഞ്ചസാര ഉപ്പ് ഇതെല്ലാം നന്നായിട്ട് പൊടിയിൽ മിക്സാക്കി എടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കണ്ട. ആദ്യം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിനായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ അളവ് 250 ml കപ്പിന് ഒരു 3/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇളം ചൂട് പാലാണ്, തിളപ്പിച്ചാറിയിട്ട് ചെറിയ ചൂടുള്ള ഒരു പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 3/4 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്താലും മതി. വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മെഷീനിലായ കാരണം നമുക്ക് ഈ ഫുഡ് പ്രോസസ്സറിലായ കാരണം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കാം. കൈ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കി ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാവ് റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിതൊന്ന് ഓൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒന്നുകൂടെ കൈ ഉപയോഗിച്ച് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു മാവ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ വെക്കണം. അതൊന്ന് ഡബിൾ സൈസായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. 2 അല്ലെങ്കിൽ 3 മണിക്കൂർ വെക്കാം. അങ്ങനെ മാവ് ഡബിൾ സൈസ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം എല്ലില്ലാത്ത പീസ് ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 6 വലിയ വെളുത്തുള്ളി 2 പച്ചമുളക് ഇത് രണ്ടും കൂടെ അരച്ചിട്ട് വെച്ച പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. പകുതി മതിയാവും. എന്നിട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് ചിക്കനിലൊന്ന് പുരട്ടിയെടുക്കണം. ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനിൽ ഉപ്പും ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ.
പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഞാനൊരു 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. 2 മിനിറ്റിൽ കൂടുതൽ വേവിക്കരുത്. കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്, ഒരുപാട് വേവിക്കരുത്. ഒരു ഹാഫായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഈ പൊട്ടാറ്റോ മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ടുള്ള കാരണം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ചിക്കനും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. 2 സൈഡും ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കണം. ചിക്കൻ ഒരു സൈഡൊന്ന് ആയി വന്നിട്ടുണ്ട്. ഞാൻ അത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനും ഇതാ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി എടുത്താൽ മതി. ഇനി നമുക്കിതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ചിക്കൻ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു ഗാർലിക് സോസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഗാർലിക് സോസ് ഉണ്ടാക്കുമ്പോൾ അതിൽ മുട്ട ചേർക്കാറുണ്ട്. ഇത് നമുക്ക് മുട്ടയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഗാർലിക് സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഗ്യാസിൽ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതാ ചൂടാറിയിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 4 വലിയ വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുരുവെല്ലാം മാറ്റിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഗാർലിക് സോസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. അങ്ങനെ ഫില്ലിങ്ങിന് വേണ്ടതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തതും അതുപോലെ ഒരു തക്കാളി എടുത്തിട്ട് കുരു കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. തക്കാളി ഉള്ളിയൊക്കെ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തിടാനായിട്ട്. അങ്ങനെ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഗാർലിക് സോസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് നോക്കാം. അങ്ങനെ മാവ് ഇതാ നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് മാവ്. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. അപ്പോൾ മാവെല്ലാം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇനി ഞാനിതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഒരു കുഴൽ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കുറച്ച് പരത്തൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇടാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിന് വേണം പരത്തിയെടുക്കാനായിട്ട്. കുറച്ച് മൈദപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പരത്തിയത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വെക്കണ്ട. ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം 2 സൈഡും.
ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഈ അടിഭാഗം ഒന്ന് വിട്ടുപോകില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പറിലൊന്ന് സൺഫ്ലവർ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്കാണ് രണ്ടിലും വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സ്റ്റീൽ പ്ലേറ്റിലുള്ളത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 4 എണ്ണം വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ഞാൻ ഓവനിലുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഓവനിലുള്ളത് വെക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 130 ഡിഗ്രിയിൽ. എന്നിട്ട് ഞാനിതൊരു 20 മിനിറ്റാണ് ടൈം സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് 130 ഡിഗ്രിയിലാണ് ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് ഗ്യാസിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബണ്ണൊക്കെ ബേക്ക് ചെയ്തെടുത്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഉപ്പ് ഞാനൊരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലൊരു തരിക ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്നാക്കോട് കൂടിയിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓവനിലുള്ളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം 20 മിനിറ്റാണ് വെച്ച് കൊടുത്തത്. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കി വെച്ചതും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ ഉണ്ടാക്കിയ പോലെ അത്ര കളർ ഉണ്ടാവില്ല, പക്ഷെ നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. അടിഭാഗമൊക്കെ നല്ല കളറായിട്ട് ഇരിക്കുന്നുണ്ട്. നോക്ക്, ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഓവനിലുള്ളതും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓവനിലുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ട് നല്ല സോഫ്റ്റാണ്. നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം നല്ല സോഫ്റ്റാണ്. ഉൾഭാഗമൊക്കെ നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ കോൺഫ്ലവർ ചേർത്തുണ്ടാക്കിയ ഗാർലിക് സോസ് ഒഴിച്ച കാരണമാണ് നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. അങ്ങനെ ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താർ ടൈമിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാ വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.